ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉന്നക്കായ റെസിപ്പിയാണ്. ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് ഈ ഉന്നക്കായ്ക്ക് കൂടുതൽ രുചി കൂട്ടാനായിട്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ റെസിപ്പി വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത്. ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് കണ്ടുനോക്കാം. 4 വലിയ ഏത്തപ്പഴം രണ്ടാക്കി ഡിവൈഡ് ചെയ്ത് ഒരു കത്തി വെച്ച് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ സ്റ്റീമറിലിട്ടിട്ട് 15 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ്. ഈ ഏത്തപ്പഴം ഒരുപാട് പഴുത്തു പോകരുത്, കാരണം നമ്മൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നും പറഞ്ഞ് തീരെ പച്ച പഴവും ആയിരിക്കരുത്, അത്യാവശ്യം പഴുത്തിട്ടുണ്ടാവണം. ഉന്നക്കായ്ക്കുള്ള സ്പെഷ്യൽ ഫില്ലിംഗ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഒരു പാനിലോട്ട് 1 ടീസ്പൂൺ ഘീ ഇട്ട് കൊടുക്കാം. ചൂടായ നെയ്യിലോട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള ആൽമണ്ട്സ് 1/2 കപ്പാണ് ചേർക്കുന്നത്. ആൽമണ്ട്സ് തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് ആണോ അത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാം. ആൽമണ്ട്സ്, വാൾനട്ട്സ്, പീനട്ട്സ് അങ്ങനെ ഏത് വേണമെങ്കിലും ചേർക്കാം. ഏത് നട്ട്സ് എടുക്കുമ്പോഴും 1/2 കപ്പ് കഷ്ടി എടുക്കുക. എന്നിട്ട് അതിനൊന്ന് ക്രഷ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് 1/2 കപ്പായിട്ട് കിട്ടും. മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത് കോക്കനട്ടും ചേർക്കാം. 1 വലിയ ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കാം. ഇതിനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള ക്രഷ് ചെയ്ത ആൽമണ്ട്സും അതുപോലെ തന്നെ ഗ്രേറ്റഡ് കോക്കനട്ടും ഒന്നും കളർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഒരുപാട് ഇങ്ങനെ ഹാർഡായി പോകാനും പാടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം, എന്നാൽ മാത്രമേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലോട്ട് 1 ടീസ്പൂൺ ഷുഗറല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ, പക്ഷെ നമുക്ക് സ്വീറ്റ്നെസ്സിന് അത്രയും പോരാ. അപ്പം നമുക്ക് ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഈ സമയത്ത് ചേർക്കാം. അതായത് കണ്ടൻസ് മിൽക്കാണ്. കണ്ടൻസ് മിൽക്കിന് ഇന്ന കണക്കൊന്നുമില്ല, കാരണം കുറച്ച് കണ്ടൻസ് മിൽക്ക് എന്തായാലും വേണ്ടി വരും, കാരണം നമുക്ക് നല്ല സ്വീറ്റ് ആയിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എത്രത്തോളം മധുരം വേണം അതനുസരിച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വളരെ കുറച്ച് സമയമായിട്ട് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് സമയത്ത് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഞാൻ പറഞ്ഞോണം ഒരുപാട് സമയത്ത് ചെയ്യുവാണെങ്കിൽ അതിങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് പോകും. നമുക്ക് ഹാർഡായിട്ടുള്ള ഫില്ലിംഗ് വേണ്ട. സ്വീറ്റ്നെസ് കുറഞ്ഞോന്ന് തോന്നിയോണ്ട് ഞാൻ ഇത്തിരി കണ്ടൻസ് മിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ 1 പിഞ്ച് ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പ് കൂടി പോരുത്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഏത്തപ്പഴം നന്നായി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുക്കുള്ള കറുത്ത കുരുക്കളെ എടുത്ത് മാറ്റാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഉന്നക്കായ ഷേപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ കറുത്ത കുരുക്കളുണ്ടെങ്കിൽ ചെറിയ ഡോട്ട്സ് ഉണ്ടാവും, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇതിനിപ്പോൾ ഒരുപാട് ചൂടില്ല, നമുക്ക് കൈ തൊട്ടാൽ പൊള്ളുന്ന ചൂടൊന്നുമില്ല, അതിന് നേരിയൊരു ചൂടുമുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിതിൻ്റെ നടുക്കത്തെ കുരുക്കളെല്ലാം എടുത്ത് കളയാം. ഉന്നക്കായ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന സ്നാക്കാണ്, അതുകൊണ്ട് നമുക്ക് പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ എണ്ണ ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോയിലിട്ട് വെക്കാം. ചൂടാവാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഉന്നക്കായ ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു ഫോക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ പേസ്റ്റ് പോലെയും പിന്നെ നമുക്കിതിനെ കുഴച്ചെടുക്കാൻ പറ്റില്ല. ഇത് ഉടച്ചെടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചെറിയൊരു ചൂട് വേണം, എന്നാൽ മാത്രമേ നമുക്കിതിനെ പെട്ടെന്ന് കുഴച്ചെടുക്കാനും പെട്ടെന്ന് ക്രഷ് ചെയ്തെടുക്കാനും പറ്റുള്ളൂ. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞോളാം, ഒരുപാട് പഴുപ്പ് കൂടിയിട്ടുള്ള പഴമാണെങ്കിൽ ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എങ്ങാനും അങ്ങനെ ഭയങ്കര പഴുപ്പുള്ള പഴമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ കുറച്ച് അരിപ്പൊടി, ഇടിയപ്പത്തിനും പത്തിരിക്കും ഉപയോഗിക്കുന്ന നല്ല അരിപ്പൊടി ഉണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. പക്ഷേ മാക്സിമം നിങ്ങൾ പഴം മാത്രം ചേർത്ത് ഉണ്ടാക്കാൻ നോക്കുക, അതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ സൈഡിൽ എണ്ണ ലോ ഫ്ലെയിമിൽ ചൂടായിക്കൊണ്ടിരിക്കേണ്ടത്. ഈ സമയം കൊണ്ട് നമുക്ക് ഉന്നക്കായെ ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു പോർഷൻ ബനാന എടുത്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഫില്ലിങ്ങും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം, ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് വേറെ വെള്ളമോ മൈദമാവോ ഒന്നും ചേർക്കണ്ട. ഇല്ലാണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ, ബനാന തന്നെ നല്ല സ്റ്റിക്കിയാണ്, അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. നമുക്കറിയാലോ ഉന്നക്കായുടെ ഷേപ്പ് എങ്ങനെയാണെന്ന്. അതേ ഷേപ്പിൽ ഇതുപോലെ നമുക്ക് റോൾ ചെയ്ത് വെക്കാം. ഇതുപോലെ എല്ലാം ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെക്കണം. നല്ല ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഉന്നക്കായ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയുടെ ചൂട് എപ്പോഴും ഒരു മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഒരുപാട് തീ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കാം.
ഇത് റെഡിയാക്കി എടുക്കാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, കാരണം ഇതെല്ലാം വെന്ത കാര്യങ്ങളാണ്. നമുക്ക് ജസ്റ്റ് ആ പുറം ഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ വേണം വറുത്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. വറക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് തീ കുറച്ച് വെക്കുകയാണെങ്കിൽ അതിലോട്ട് എണ്ണ കുടിക്കും, ഒരുപാട് തീ കൂട്ടി വെക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ട് തീ കൂട്ടി കൊടുക്കുക, പിന്നെ ഒന്ന് കുറച്ച് കൊടുക്കുക, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഒരു തരി എണ്ണ കുടിച്ചിട്ടില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചറിലാണ് ഇത് വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ നടുക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഫില്ലിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് പേഴ്സണലി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നിങ്ങൾക്കും കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്കിനി അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. ബൈ.